ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് എഗ്ലോണിമാസ്, അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോൺ, അലോക്കേഷ്യ, കലേഡിയംസിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ കോമ്പോസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എഗ്ലോണിമ വളരെ കുറച്ച് സീഡ്ലിങ്സ് കാണിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ തന്നെ നമ്മൾ ഓരോ കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് വെറൈറ്റീസൊക്കെ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, പ്ലാന്റുകൾ ഓരോ സെറ്റായിട്ട് വരുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി വേണ്ടി നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മളുടെ ഈ കാണുന്ന സ്റ്റാർ ഡസ്റ്റിൻ്റെ സീഡ്ലിങ്ങുകളാണ്. അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സ്റ്റാർ ഡസ്റ്റിൻ്റെ സീഡ്ലിങ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ ഡസ്റ്റിൻ്റെ മാത്രമല്ല എഗ്ലോണിമ ബേബി പ്ലാന്റുകളുടെ മൊത്തത്തിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരുന്ന അനുസരിച്ചിട്ടാണ് കേട്ടോ കളറ് നന്നായിട്ട് കയറി വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫാൻറ്റ് സ്റ്റേജിൽ അതിനെ ഗ്രീൻ കളർ കൂടുതലായിരിക്കും. ബട്ട് ഇത് വളർന്നു വരുമ്പോഴത്തേക്കും ആ ഒരു റെഡിൽ കുറച്ച് ഗ്രീൻ സ്കാറ്റേഡ് ആയി കിടക്കുന്നത് പോലെ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് കാണുമ്പോഴത്തേക്കും പച്ച കളറായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ റേറ്റ് വരുന്നത് 120 റുപ്പീസാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൂപ്പർ വൈറ്റിനെ തന്നെയാണ് കേട്ടോ പലരും സുക്സം വൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പ്യുവർ വൈറ്റ് ആയിട്ട് മാറും കേട്ടോ. ഇത് കണ്ടോ, ഈ മെച്ചൂർഡ് ഫോമിലേട്ടൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ആ ഒരു കംപ്ലീറ്റ് വൈറ്റ്നെസ് അതിന് കയറി വരുള്ളൂ. ഇപ്പോൾ നല്ല ഒരു എന്താ പറയുക വൈറ്റിൻ്റെയും ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 120 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പീച്ച് ബനാനയുടെ പ്ലാന്റ് ആണ് കേട്ടോ. പീച്ച് ബനാന എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ലീവ്സിന് ആ ഒരു വാഴലയുടെ ഒരു പോലത്തെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് പീച്ച് ബനാന എന്ന് പറയുന്നത്. ഇതിന് സ്വീറ്റ് ബനാന, പിങ്ക് ബനാന എന്നൊക്കെ പറയുന്ന പേരുകളിലും അറിയപ്പെടും കേട്ടോ. അപ്പം ഇതിൻ്റെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ അത്യാവശ്യം നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ റെഫറൻസ് ഞാൻ സൈഡിൽ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു പ്ലാന്റ് വലുതാവുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം ഇതൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇപ്പോഴും മദർ പ്ലാന്റുകളൊന്നും അധികം അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് സോഴ്സ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തായ്ലൻഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ മദർ പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രൈസ് വരുന്നത് 160 റുപ്പീസാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ എന്താ പറയുക, സെൻസ്റ്റാർ അല്ലെങ്കിൽ മഹാശക്തി എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല വലിപ്പം വയ്ക്കും കേട്ടോ, നല്ല വലിപ്പം വയ്ക്കും. അതുപോലെ തന്നെ ആ ഒരു സൈഡിലേക്ക് ഇതിൻ്റെ ലീവ്സിനൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പതിയെ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്ന ഒരു സൈഡിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഭംഗിയാണ് ആ ഒരു പ്ലാന്റ് മുഴുവനായിട്ടും വളർന്ന് അങ്ങനെ ആ ഒരു ട്വിസ്റ്റിൽ ഇരിക്കുന്ന കാണാനായിട്ട്. പ്രൈസ് വരുന്നത് 140 റുപ്പീസാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റാണ്. മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡീപ്പ് മജന്ത ഷെയ്ഡായിരിക്കും കേട്ടോ. റെഡ് കുങ്കും എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കാറുണ്ട്. എക്സാക്റ്റ് റെഡ് കുങ്കുമും മജന്ത കുങ്കുമും സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു മജന്ത കുങ്കുമിന് അത്രയും ഒരു ഡീപ്നെസ് വരുന്ന സമയത്താണ് അതിന് നമ്മൾ പിന്നെ റെഡ് കുങ്കും എന്നും അറിയപ്പെടുന്നത്. അപ്പം നമ്മളുടെ അടുത്ത് അത്യാവശ്യം പ്ലാന്റുകൾ സ്റ്റോക്കുണ്ട് നമ്മളുടെ മജന്ത കുങ്കുമിൻ്റെ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള നമ്മളുടെ പ്ലാന്റുകളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് തന്നെ 150 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇത് പ്ലാന്റിന് അത്യാവശ്യം സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നമുക്കിത് ജിഫി ആണെങ്കിൽ പോലും ഒരു മീഡിയം സൈസ് എന്ന് പറയാൻ പറ്റുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് റെയർ വെറൈറ്റിയാണ്. നല്ല റേറ്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. എഗ്ലോണിമ ട്രൈ കളർ പിക്റ്റത്തിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രൈ കളർ പിക്റ്റം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലീവ്സിൽ 3 കളർ, ഒരു ഡാർക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു സിൽവർ ഷെയ്ഡുമാണ് കേട്ടോ നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇതുപോലെ നല്ലതായിട്ട് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 150 റുപ്പീസ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സിയാം പെർഫെക്റ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ആ ഒരു പേര് പോലെ തന്നെ ലീവ്സിൻ്റെ ഒരു പെർഫെക്റ്റ്നെസ് നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. കണ്ടോ എത്ര ഭംഗിയുള്ള ലീവ്സാണെന്ന് അറിയാമോ. അപ്പോൾ ഇതിൻ്റെ മെച്ചൂർഡ് ഫോമിൽ ആകുമ്പോഴത്തേക്കും ഈ ഒരു പ്ലാന്റൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഒരെണ്ണം നമ്മളുടെ സിറ്റ് ഔട്ടിലൊക്കെ ഒരു കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക
ശരിക്കും നല്ല ശരിക്കും ഒരു നമ്മുടെ കാഴ്ചയ്ക്കൊരു ഫീസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ സിയാം പെർഫെക്റ്റ്. അപ്പോൾ അതുപോലെ നന്നായിട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിയാം പെർഫെക്റ്റിൻ്റെ ഇന്നത്തെ ഒരു റേറ്റ് വരുന്നത് 180 റുപ്പീസാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ ബെർക്കിനാണ് കേട്ടോ, ഫിലോഡെൻഡ്രോൺ ബെർക്കിൻ. അപ്പോൾ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് നമ്മളുടെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഫിലോഡെൻഡ്രോൺ ബെർക്കിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്, നല്ല സൈസുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ പല റേറ്റിലും പല പ്ലാന്റുകളും കിട്ടുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഈ ഓരോന്നിൻ്റെ സൈസും ഏജും അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബെർക്കിൻ്റെ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റിൻ്റെ സൈസ് ഉണ്ട്. റേറ്റ് വരുന്നത് 90 റുപ്പീസാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ തായ് കോൺസ്റ്റലേഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. തായ് കോൺസ്റ്റലേഷൻ നമുക്കറിയാം ഏറ്റവും ടോപ്പ് റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളൊക്കെ എല്ലാവരും തന്നെ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ തായ് കോൺസ്റ്റലേഷൻ. അപ്പോൾ തായ് കോൺസ്റ്റലേഷൻ്റെ ഈ ഒരു സീഡ്ലിങ്ങിൻ്റെ റേറ്റ് വരുന്നത് 120 റുപ്പീസാണ്. നെക്സ്റ്റ് വരുന്നത് ഫിലോഡെൻഡ്രോൺ ജോയപ്പി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലീവ്സുകളുടെ ഒരു ഷേപ്പ് തന്നെയാണ്. നമുക്കറിയാം ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് എല്ലാം തന്നെ ലീവ്സിൻ്റെ പ്രത്യേകത തന്നെയാണ് ഓരോ പ്ലാന്റിനെയും ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മളുടെ ഇന്നത്തെ ഒരു റേറ്റ് വരുന്നത് 80 റുപ്പീസാണ് കേട്ടോ. 80 രൂപയാണ് നമ്മളുടെ ഫിലോഡെൻഡ്രോൺ ജോയപ്പിയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഫിലോഡെൻഡ്രോൺ ഷാരോണിയുടെ പ്ലാന്റാണ്. ഫിലോഡെൻഡ്രോൺ ഷാരോണി ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും നമ്മളുടെ ആന്തൂറിയം കിങ്ങിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത്. ഇങ്ങനെ മടങ്ങിയാണ് കേട്ടോ. അപ്പോൾ റെഫറൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുപോലെ അപ്പോൾ അത്യാവശ്യം ആ ഒരു ലീഫിൻ്റെ പാറ്റേണൊക്കെ നല്ല രീതിയിൽ കയറി വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ അടുത്തുള്ളത്. 100 റുപ്പീസാണ് നമ്മുടെ പ്ലാന്റിന് നമ്മൾ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 100 റുപ്പീസിന് ഫിലോ ഷാരോണിയുടെ പ്ലാന്റുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേർത്താണ് കേട്ടോ. അത്രയും വേർത്തായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഫിലോഡെൻഡ്രോൺ ഷാരോണിയുടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 4 വെറൈറ്റീസിൻ്റെയും കൂടി കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും 390 റുപ്പീസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കോംബോ പ്രൈസ് വരുന്നത് ഈ 4 പ്ലാന്റിൻ്റെ കൂടി കോംബോ പ്രൈസ് വരുന്നത് 350 റുപ്പീസ് ആണ് കേട്ടോ. പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഫിലോഡെൻഡ്രോൺ കോംബോ വേണ്ടവർക്ക് കോംബോ നമ്പർ 1 എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കോംബോ നമ്പർ 1 നമ്മുടെ ഫിലോഡെൻഡ്രോൺ കോംബോയാണ്. കോംബോയുടെ പ്രൈസ് വരുന്നത് 350 റുപ്പീസാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു ആന്തൂറിയം വെറൈറ്റിയാണ് കേട്ടോ. ആന്തൂറിയം ക്ലാരനർവിയാണ്. അപ്പോൾ ഈ ആന്തൂറിയം ക്ലാരനർവിയത്തിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, അതായത് ഫോളിയേജ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഫോളിയേജ് ആന്തൂറിയംസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പം ഫോളിയേജ് ആന്തൂറിയംസ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗാർഡന് തന്നെ ഒരു റോയൽ ഫീല് തരുന്ന ഒരു വെറൈറ്റിയാണ് ഫോളിയേജ് ആന്തൂറിയംസ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും ഒരു ടോപ്പായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് നമ്മളുടെ ക്വീൻ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് ഏകദേശം ഒരു 800 to 1000 റുപ്പീസൊക്കെയാണ് റേറ്റ് വരുന്നത്. നല്ലൊരു മദർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പറയുന്ന ക്ലാരനറിയം പ്ലാന്റ്സിൻ്റെ തന്നെ ചെറിയ സീഡ്ലിങ്ങുകൾ നമുക്കത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ വിലയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 175 റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ കലേഡിയം പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ. അപ്പോൾ കലേഡിയംസിൻ്റെ കുറച്ച് വെറൈറ്റീസ്, ഏകദേശം ഒരു 15 വെറൈറ്റീസോളം നമ്മളുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റും സിംഗിളായിട്ട് വരുമ്പോഴത്തേക്കും ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 75 റുപ്പീസ് വെച്ചിട്ടാണ് കേട്ടോ. 75 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കോംബോ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും 15 പ്ലാന്റുകളുടെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് 1100 ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിങ്ങിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ കലേഡിയം ഓരോ സെറ്റായിട്ട് എടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പം ഓരോ വെറൈറ്റീസിൻ്റെ റെഫറൻസ് നമ്മൾ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഓരോ വെറൈറ്റീസിൻ്റെയും പലതിൻ്റെ ഐഡികൾ നമുക്കറിയില്ല. ഈ നമ്മളുടെ അഗ്ലോണിമയ്ക്കും ഫിലോഡെൻഡ്രോൺ അലോക്കേഷ്യക്കൊക്കെ ആയിട്ടുള്ളതുപോലെ തന്നെ നമ്മളുടെ കലേഡിയംസിനും ഐ ഡി ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന വെറൈറ്റീസിൻ്റെയൊക്കെ ഐ ഡി ഞാൻ സൈഡിൽ നോട്ട് ചെയ്യുന്നുണ്ട്. അറിയാൻ പാടില്ലാത്തതുകൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പം എല്ലാത്തിൻ്റെയും റെഫറൻസ് ഈ ഓരോ വെറൈറ്റീസ്
വെറൈറ്റീസും വലുതാകുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് റെഫറൻസുകൾ ഞാൻ എന്തായാലും സൈഡിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കലേഡിയം വെറൈറ്റീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കലേഡിയം വെറൈറ്റീസൊക്കെ തന്നെ നമുക്ക് എപ്പോഴും തന്നെ, അതായത് വെയിലുള്ള സമയങ്ങളിൽ നമുക്ക് എന്തായാലും നമ്മളുടെ ഗാർഡനിൽ എപ്പോഴും നിറയെ പൂക്കളുള്ള ചെടികളും എല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഗാർഡൻ എപ്പോഴും കളർഫുൾ ആയിരിക്കും. നമ്മുടെ ഗാർഡൻ്റെ നിറം മങ്ങുന്ന സമയം എപ്പോഴാണ്? മഴ സമയത്താണ്. മഴയുടെ സമയത്ത് നമ്മുടെ ഗാർഡന് വലിയ നിറമൊന്നും ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളുള്ള ചെടികളൊന്നും നമുക്ക് ആ ഒരു ടൈമിൽ അധികം പൂക്കളൊന്നും തരില്ല, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ മഴ സമയത്ത് നമ്മുടെ ഗാർഡൻ ഏറ്റവും കൂടുതൽ കളർഫുൾ ആക്കുന്ന ഒരു പ്ലാന്റാണ് ഈ കലേഡിയം പ്ലാന്റുകൾ കേട്ടോ. അപ്പം അത് മാത്രമല്ല, നമ്മൾ എഗ്ലോണിമ വാങ്ങിക്കുമ്പോൾ അതിന് ചിലപ്പോൾ പല ഡിസീസും വന്നത് നശിച്ചു പോകാറുണ്ട്. ഫിലോഡെൻഡ്രോണും അങ്ങനെ തന്നെയാണ്, അലോക്കേഷ്യാസും അങ്ങനെ തന്നെ. അലോക്കേഷ്യ ഒരു പരിധി വരെയുള്ളൂ, പക്ഷേങ്കിലും നമ്മളുടെ കലേഡിയം പ്ലാന്റുകൾ അല്ലെങ്കിൽ നമ്മൾ വേറെ പിന്നെ ബൾബുകൾ മണ്ണിൻ്റെ അടിയിൽ എപ്പോഴും സേഫ് ആയിരിക്കും. ഏതെങ്കിലും കലാമറ്റിക്കൽ ഇഷ്യൂസോ നല്ല ചൂടോ കാരണം അത് നശിച്ചു പോയാൽ പോലും പിന്നീട് അതിന് അത്യാവശ്യം നനവ് കിട്ടുന്ന സമയത്ത് അത് വീണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്ന് നമ്മൾക്ക് ആ ഒരു പ്ലാന്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കലേഡിയം പ്ലാന്റ്സ് നമുക്ക് എപ്പോഴും എന്താ പറയുക, ഒരു നമ്മളുടെ ഗാർഡനിൽ നമുക്ക് ഒരിക്കലും നശിച്ചു പോകാത്തൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ കുറച്ച് അലോക്കേഷ്യ കളക്ഷനാണ്. ഫസ്റ്റിന് വരുന്ന അലോക്കേഷ്യ സ്കാൽപ്രമാണ്. അലോക്കേഷ്യ സ്കാൽപ്രത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ റെഫറൻസ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാകും. അപ്പോൾ അലോക്കേഷ്യ സ്കാൽപ്രത്തിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ് കേട്ടോ. ഇത് കൂടാതെ നമ്മുടെ അടുത്ത് ബാക്കി 3 വെറൈറ്റീസാണുള്ളത്. ഒഡ്സോണിയാനുണ്ട്, അതുപോലെ തന്നെ അലോക്കേഷ്യ ഫ്രൈഡക്ക് ഉണ്ട്. ഫ്രൈഡക്കിൻ്റെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽവെറ്റി ഫിനിഷാണ് വരുന്നത് കേട്ടോ. ഇതുണ്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ അലോക്കേഷ്യ മെല്ലോയാണ് കേട്ടോ. അപ്പം അതുകൂടാതെ ഈ സ്കാൽപ്രം. അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോംബോ റേറ്റ് വരുന്നത് 300 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ, 4 വെറൈറ്റീസിൻ്റെയും കൂടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്.